നമുക്ക് നേരിട്ട് പത്രത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ കൊടുത്ത ന്യൂസ് മലയാളം ഇന്നലെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്ത വാർത്തകളൊക്കെ തന്നെ ഇന്നത്തെ പത്രത്തിലുള്ളൂ. അത് നമുക്കറിയാം, എല്ലാ ദിവസവും അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുന്ന വാർത്തകളുടെ കാര്യങ്ങളൊക്കെ തന്നെ നിശ്ചയമായിട്ടും പത്രത്തിൽ ഉണ്ടാകാറുള്ളൂ. നേരത്തെ ആണെങ്കിൽ ന്യൂസ് ചാനലുകളിൽ വരുന്ന വാർത്തകളിൽ എല്ലാ വിശദാംശങ്ങളും ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷേ പത്രങ്ങളിൽ പിറ്റേന്ന് വിശദാംശങ്ങൾ കാണുമായിരുന്നു. പക്ഷേ നമ്മുടെ പ്രത്യേകത, നമ്മൾ വളരെ വിശദമായിട്ടാണ് എല്ലാ വാർത്തകളും കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ന്യൂസ് മലയാളം തലേ ദിവസം കൊടുത്ത വാർത്തകളുടെ വിവരങ്ങളൊക്കെ തന്നെ പത്രങ്ങളിലുള്ളൂ. ഇന്ന് അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇന്ന് പ്രധാനമായിട്ടും ഈ റാഗിങ്ങിനെ പൂട്ടാൻ അല്ലെങ്കിൽ റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിനെ രൂപവൽക്കരിച്ചതാണ് പ്രധാനപ്പെട്ട വാർത്ത. മനോരമയുടെയും മാതൃഭൂമിയുടെയും മറ്റെല്ലാ പത്രങ്ങളിലെയും. അതിനകത്ത് നമുക്ക് മാതൃഭൂമിയുടെ മുൻപേജിൽ തന്നെ റാഗിങ്ങിനെ പൂട്ടാൻ പ്രത്യേക ബെഞ്ച് എന്നൊരു വാർത്ത അവർ കൊടുത്തിട്ടുണ്ട്. ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് പരിഗണിക്കുക എന്ന കാര്യം അതിനകത്തുണ്ട്. റാഗിംഗ് വിരുദ്ധ നിയമങ്ങളും ഉത്തരവുകളും കർശനമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഫയൽ ചെയ്ത പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാനാണ് പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചത് എന്ന് പത്രത്തിൽ പറയുന്നു. ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ പ്രത്യേകമായൊരു കോളമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഈ CPMൻ്റെ സംസ്ഥാന സമ്മേളനം നാളെ തുടങ്ങുകയാണല്ലോ. അപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് ന്യൂസ് മലയാളം CPMൻ്റെ സംസ്ഥാന സമ്മേളനം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്, അവരുടെ പതിവ് സമ്മേളനമാണ്. കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പലതരത്തിൽ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാജ്യത്താകെ തന്നെ നിലനിൽക്കുമ്പോൾ കേരളം പ്രത്യേകമായിട്ട് നിന്ന് മാറി നിന്ന് ഭരിക്കുന്ന, ഇവിടെ മാത്രം ഭരണമുള്ള CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പ്രധാനപ്പെട്ട വാർത്താ ഇവൻ്റാണ്. അതുകൊണ്ടത് നമ്മൾ വിശദമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിനകം തന്നെ. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്നത്തെ പത്രത്തിൽ കാണാം. മാതൃഭൂമിയിലുള്ളത് ഒരു എഡിറ്റ് പേജിൽ അവരുടെ വാർത്തയും വീക്ഷണവും എന്ന 9-ാം പേജിൽ ഒരു വലിയ ബോക്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മണിക് സർക്കാർ പരിഗണനയിലാണ് CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്നതാണ്. മണിക് സർക്കാർ വളരെ പോപ്പുലറായിട്ടുള്ള ഒരാളാണ്. ത്രിപുരയിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതമൊക്കെ ആ നിലക്ക് പല കാലങ്ങളിലായിട്ട് വാർത്തയിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് മാണിക് സർക്കാർ എന്ന പേര് ഹിന്ദി ബെൽറ്റിലടക്കം പരിചിതമായൊരു പേരാണ്. ആ പേര് CPMൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരിയെ പോലെ വളരെ പോപ്പുലറായിട്ട് ഒരാൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേര്, മാണിക് സർക്കാരിൻ്റെ പേര് പരിഗണനയിലുണ്ട് എന്ന് വരുന്നത്. അദ്ദേഹം സെക്രട്ടറി ആകുമോ എന്ന് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ഈ വാർത്ത വായിച്ചാൽ മനസ്സിലാവുക അദ്ദേഹം അതിനകത്ത് താല്പര്യക്കുറവാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ളത് എന്നാണ്. എങ്കിലും അദ്ദേഹം ആകുമോ എന്നൊരു സംശയമുള്ളൊരു വാർത്ത മാതൃഭൂമിയിൽ വന്നാൽ കേരളത്തിലെ CPM ഇടത് ചിന്താഗതിയുള്ള, ഒപ്പം CPMനെ ശ്രദ്ധിക്കുന്ന മറ്റിതര രാഷ്ട്രീയ പാർട്ടികളോട് താല്പര്യമുള്ള വായനക്കാരടക്കം വലിയ തോതിൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മണിക് സർക്കാർ പരിഗണനയിൽ എന്ന ആ വാർത്ത ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു വാർത്തയായിട്ട് നമ്മൾ കാണണം. മറ്റൊന്ന്, മലയാള മനോരമയുടെ, അതായത് മലയാള മനോരമ CPM വാർത്തകളിൽ ഏറ്റവും സവിശേഷമായ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. മനോരമയെ എതിർക്കുന്ന ഇടതുപക്ഷക്കാർ പോലും വളരെ കാര്യമായിട്ട് വായിക്കുന്ന ഒരു പത്രമാണ്. അവരെ എതിർക്കുകയാണ് മനോരമ ചെയ്യുക എന്നറിയുമ്പോൾ പോലും CPMമാർ ഏറ്റവും സാഹൂതം വായിക്കുന്ന ഒരു പത്രമാണ് മലയാള മനോരമ എന്ന് നമുക്കറിയാം. മനോരമയുടെ അകത്ത് എഡിറ്റ് പേജിൽ CPMനെ കുറിച്ചുള്ളൊരു വാർത്തയുണ്ട്. അത് വാർത്തയല്ല, ഒരു വിശകലന ടെക്സ്റ്റുണ്ട്. അത് അവരുടെ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും തഴക്കമുള്ള, വളരെ അക്കാര്യത്തിൽ ശേഷിയുള്ള ശ്രീ ജോമി തോമസ്, അവിടുത്തെ റിപ്പോർട്ടർ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനമാണ് ഇന്ത്യ ഫയൽ എന്ന തരത്തിൽ. അത് മോദി സർക്കാർ ഫാസിസ്റ്റോ നവഫാസിസ്റ്റോ അല്ല എന്ന CPM വീണ്ടും വിചാരം RSSനെയും BJPയെയും സങ്കടപ്പെടുത്തും. ഉള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുന്ന ഒഴിവാക്കാം എന്നതാണ് CPMനുള്ള താൽക്കാലിക പ്രയോജനം. ഫാഷിസത്തിൻ്റെ വേവ് നോക്കുമ്പോൾ എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് നേരത്തെ നമുക്കറിയാവുന്ന പോലെ പ്രകാശ് കാരാട്ട് ഈ CPMനകത്ത് ഈ കേന്ദ്ര സർക്കാരിനെ, മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്നോ നവഫാസിസ്റ്റ് സർക്കാരെന്നോ വിളിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞതോടെ കേരളത്തിലടക്കം ഉണ്ടായി വന്നൊരു ചർച്ചയെ അധികരിച്ചുണ്ടാക്കിയ ഒരു ടെക്സ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ, ജോമി തോമസിൻ്റെ മറ്റെല്ലാ രാഷ്ട്രീയ ടെക്സ്റ്റുകളെയും പോലെ ഇതും അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസ് തരുന്ന ഒരു കാര്യമാണ്. 57-ാം വയസ്സിൽ കാരാട്ട് ജനറൽ സെക്രട്ടറി ആയത് 20 വർഷം മുമ്പായിരുന്നു. പിന്നീട് പ്രായപരിധി വ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നെങ്കിലും ഏറെയും മുതിർന്ന പൗരരുടെ സഭകളാണ് PBയും കേന്ദ്ര കമ്മിറ്റിയും. അപ്പോൾ 70+ അല്ലാത്ത ആരെങ്കിലും ജനറൽ സെക്രട്ടറി ആകുമെന്ന് പ്രവചിക്കാൻ ആർക്കും ധൈര്യമില്ല. ആര് വന്നാലും പാർട്ടിക്ക് പുറത്ത് എത്ര പേർ തിരിച്ചറിയും, പ്രതിപക്ഷത്തെ നേതാക്കളുമായി പരിചയപ്പെടാൻ എത്ര സമയം വേണ്ടിവരും തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. പാർട്ടിയുടെ ബാഹ്യ കേരള നിലനിൽപ്പിനെക്കുറിച്ച് അടിസ്ഥാന ചോദ്യങ്ങൾ ഒട്ടനേകം വേറെ എന്നാൽ ഈ ഫാസിസ്റ്റ് പ്രധാനപ്പെട്ട തീമെന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാരഗ്രാഫ് കൂടെ ഈ ലേഖനത്തിലുണ്ട്. നമ്മൾ ഈ ജോമി തോമസിൻ്റെ ലേഖനവുമായി ചേർത്ത് വെച്ച് മണിക് സർക്കാരിൻ്റെ പേര് വായിച്ചാൽ അത് ആ നിലക്കുള്ളൊരു ഗുണകരമായിട്ടുള്ള കാര്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തായിട്ട് മനോരമയിൽ തന്നെ മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയിലെ ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ മറ്റ് പത്രങ്ങളിൽ ഇല്ലാത്തൊരു വാർത്ത ഇന്ന് ദേശാഭിമാനിക്കകത്തുണ്ട്. അത് മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ CPM അനുകൂലികൾ പറഞ്ഞ ഒരു വാർത്തയാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് കണ്ണുരുട്ടി മുതലാളി
കുംഭമേളയെ പരിഹസിച്ചതിന് എന്ന വാർത്തയാണ്. അത് വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. മറ്റു പാത്രങ്ങളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ കുറച്ച് ദീർഘമായിട്ട് വായിക്കാം. സമൂഹ മാധ്യമത്തിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെ വിരട്ടി ചാനൽ മുതലാളിയും BJP നേതാവുമായ രാജീവ് ചന്ദ്രശേഖർ. സിന്ധു സൂര്യകുമാർ അവതരിപ്പിക്കുന്ന കവർ സ്റ്റോറിയിൽ മഹാകുംഭമേളയെ പരിഹസിച്ചെന്നാരോപിച്ചാണ് നടപടി. പരാതികളെ തുടർന്ന് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചത്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ മലയാളികൾ, അത് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റാണ്, ഇന്നലെ ഈ ട്വിറ്ററിൽ വന്നതാണ്, എക്സിൽ വന്നതാണ്, അത് എല്ലാവരും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. അത് കോട്ട് ചെയ്തതിന് ശേഷം ദേശാഭിമാനി ഇങ്ങനെ എഴുതുന്നു: ഇങ്ങനെ പോകുന്നു മുതലാളിയുടെ എക്സ് പോസ്റ്റ്. ഇത് തന്നെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ചാനൽ നിക്ഷേപകർ എഡിറ്റോറിയൽ തീരുമാനങ്ങളിൽ ഇടപെടാറില്ല എന്ന ഏഷ്യാനെറ്റിലെ തലമൂത്ത മാധ്യമപ്രവർത്തകരുടെ പ്രചാരണത്തിന് വിപരീതമാണ് മുതലാളിയായ രാജീവിൻ്റെ ഭീഷണി. യൂട്യൂബിലടക്കം പ്രസിദ്ധീകരിച്ച വീഡിയോ നിലവിൽ ചാനൽ പിൻവലിച്ചിട്ടില്ല. വാർത്താ വിഭാഗം മേധാവിയോട് അതൃപ്തി അറിയിക്കാൻ സ്ഥാപന ഉടമയ്ക്ക് നിരവധി ഔദ്യോഗിക വഴികൾ ഉണ്ടായിരിക്കെയാണ് പരസ്യാധിക്ഷേപം. ചെറു വിമർശം പോലും സഹിക്കാനാകാത്ത അസഹിഷ്ണുതയാണ് സംഘപരിവാർ ഹിന്ദുത്വ സംഘടനകൾക്ക് ഇത് വ്യക്തമാക്കുന്നു. സിന്ധുവിനെതിരെ മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളും ഇത് ഉറപ്പാക്കുന്നു. നേരോടെ നിർഭയം നിരന്തരം എന്ന ടാഗ് ലൈനുമായി പ്രവർത്തിക്കുന്ന ഈ ചാനലിന് മുതലാളിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നിർഭയം പ്രവർത്തിക്കാനാകൂ എന്നും ഇതോടെ വ്യക്തമായി. സാധാരണഗതിയിൽ ഈ വാർത്ത എഴുതുമ്പോൾ ഉണ്ടാകുന്ന നിഷ്പക്ഷത അല്ലെങ്കിൽ ഒരുതരം നിസ്സംഗമായുള്ള ഭാഷയിലല്ല ദേശാഭിമാനിയുടെ ഈ വാർത്ത എഴുത്ത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. കാരണം ഇതൊരു പാർട്ടി പത്രമാണെന്ന് നമുക്കറിയാം. എന്ന് മാത്രവുമല്ല, ഈ BJP രാജീവ് ചന്ദ്രശേഖർ ഈ പാർട്ടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാളാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് അവരെ വല്ലാത്ത തോതിൽ ഉപദ്രവിക്കുന്ന ഒരു മാധ്യമമാണ് എന്നാണ് അവർ വിലയിരുത്തി കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയും ഈ BJPക്കെതിരെയുമുള്ള BJP നേതാവിനെതിരെയുള്ളൊരു ഭാഷയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ച് ശക്തമായിട്ടും കുറച്ച് പരിഹാസമായിട്ടും സാധാരണഗതിയിലുള്ള നിസ്സംഗത വിട്ടിട്ടും ആണ് ആ വാർത്ത എഴുത്തുന്നത് നമുക്ക് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. മാതൃഭൂമിയിൽ ഒരു വാർത്ത കൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഞാൻ സേതുവിലേക്ക് തന്നെ തിരിച്ചു വരാം, മറ്റു വാർത്തകളിലേക്ക് വരാൻ. മാതൃഭൂമിയുടെ 11-ാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട കൗതുകമുള്ളൊരു വാർത്ത കണ്ടു. പ്രകടനമോ മുദ്രാവാക്യം വിളിയോ സമാധാന ജീവിതത്തിന് തടസ്സമല്ല, ഹൈക്കോടതി. വാർത്ത: പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ സമാധാന ജീവിതം തടസ്സപ്പെടുത്തുന്നില്ല എന്ന് ഹൈക്കോടതി. അതായത് ഒരു സ്ത്രീ പലതവണ പലതരത്തിലുള്ള സമര പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ വന്ന ഒരു പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നൽകിയ നോട്ടീസ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർച്ചയായി ക്രമസമാധാന ലംഘനം നടത്തുന്നു, അവർ പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ്, മുദ്രാവാക്യം വിളിക്കുകയാണ്, അത് പൊതുജീവിതത്തിന് ആകെപ്പാടെ തടസ്സമാകുന്നു എന്ന് പറഞ്ഞൊരു പരാതി കോടതിക്ക് മുമ്പാകെ വരികയാണ്. അപ്പോൾ കോടതി തീർപ്പാക്കിക്കൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ പ്രകടനമോ മുദ്രാവാക്യം വിളിയോ സമാധാന ജീവിതത്തിന് തടസ്സമല്ല എന്ന് വെച്ചാൽ പ്രകടനവും മുദ്രാവാക്യം വിളിയും അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പൊതു ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു ഉത്തരവാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം സേതു, നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലാകെ തന്നെയുമുണ്ട്. പിന്നെ ഈ പറയുന്നതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വരിക. അവയുടെ വിശദാംശങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമായിട്ടുള്ളതെല്ലാം കൊടുത്താണ്. എങ്കിലും പത്രം വായിക്കുമ്പോൾ കുറേ കൂടി അടുക്കി പെറുക്കിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ചില വിശകലന ടെസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്ന് ഇപ്പോൾ പ്രസ് സ്റ്റോപ്പ് അവസാനിപ്പിക്കാം.